ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വിചാരിച്ചു കുറേ പേരായി ചോദിക്കുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഇവിടേക്ക് എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു റുട്ടീൻ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. കാരണം ഇവിടെ ഒറ്റയ്ക്കാണ്. അമ്മ 2 ദിവസമായിട്ടുള്ള പണിക്ക് വന്നു തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞ് അമ്മ ഉച്ചയ്ക്ക് വരും, ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് വരും, പിന്നെയും പോവും, അങ്ങനെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും പ്രത്യേകിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ രാവിലെ ഒരു 7:45 ആയി എനിക്കും. അമ്മ പറഞ്ഞു വേഗം എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ആ ഇഞ്ചക്ഷന് ചേച്ചി വരുമ്പോഴേക്കും വേഗം എനിക്ക് കുളിക്കാൻ പറഞ്ഞു. അപ്പോൾ പീരിയഡ്സ് ആയിട്ടോ അങ്ങനെ പീരിയഡ്സ് ആയിട്ട് ഞാൻ വേഗം പോയി കുളിച്ച് മാറ്റി മുളിക്കാൻ ചേച്ചി വന്ന്. പിന്നെ ഇതിപ്പോൾ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞു. ആ ചേച്ചി പോയി, അമ്മയും പണിക്ക് പോയി. ഇനിയിപ്പോൾ ചായ കുടിക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും വെക്കുന്നത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ നോലുമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ ഇന്നലെ അച്ഛൻ ചിക്കൻ വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചിക്കൻ കറിയും ദോശയും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ചിക്കൻ കറിയും ദോശയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്നോട് പറഞ്ഞു നീ കഴിക്കാറാകുമ്പോൾ ചൂടോടുക്കണ കഴിക്കാനാണ് എനിക്ക് കുറച്ച് ഇഷ്ടം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് അധികമൊന്നും വേണ്ട. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് കഴിക്കാൻ തോന്നിയപ്പോൾ ഞാൻ 2 പീസ് എടുത്തിട്ട് 2-3 പീസ് എടുത്തിട്ട് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് ഇനി ഫ്രൈ ചെയ്യാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഓയിലാട്ടോ വറക്കുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഞാൻ രാവിലെ ഇഞ്ചക്ഷൻ അണ്ണാച്ചിക്കോളാട്ടോ. ആ ചേച്ചി വരുമ്പോഴേക്കും അപ്പോൾ ചേച്ചി ഇറങ്ങിയിട്ടുള്ളൂ. ഇഞ്ചക്ഷൻ വെച്ച് അമ്മയും പോയി, പിന്നെ ആ ചേച്ചിയും പോയി. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പൗഡർ ഒന്നും ചെയ്തിട്ടില്ല മുഖത്ത്. എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഇട്ടാൽ മതി പറഞ്ഞിട്ട് ഞാൻ വേഗം എടുത്തിടുവേ. അപ്പം അമ്മേനോട് എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ ഇടാം. പിന്നെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം. പക്ഷെ ഇപ്പം ഈയിടെയായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ചേച്ചിൻ്റെ അടുത്ത് കുറച്ച് ചൊറിയാൻ വരുന്നുണ്ട് ഗൈസ്. എന്തോ സ്മിത മനോജോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെറുതെ യൂട്യൂബിൽ കിടന്ന് ഇങ്ങനെ ചൊറിയാൻ വരുന്നുണ്ട്. ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. വെറുതെ എന്തിനാ എൻ്റെക്ക് നെറ്റിയിട്ട് എടുക്കണേ. നമുക്ക് എണ്ണ ചൂടായി തോന്നുന്നു, നമുക്ക് ഇട്ടോക്കാം. ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ ഞാൻ കയ്യിൽ നിന്ന് കയറട്ടെ. അയ്യോ പച്ചമുളക് ഇട്ടില്ലേ ഗൈസ്, പച്ചമുളക് നോക്കോ. അതിലുണ്ടായിരുന്ന പച്ചമുളക് ഉണ്ടല്ലോ, അത് നമ്മൾ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കണത്. അടുക്കളയിൽ മുടി കുറഞ്ഞാൽ മുടിന്ന് ഇതാക്കി വെച്ചിട്ട് എല്ലാ വീട്ടിലും ഉണ്ടാവും നല്ല സൈഡ് തൂക്കിടുന്നത്. ഇവിടെയുണ്ട് അവിടെയുണ്ട് കേട്ടോ. കോഴിക്കോട് ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തൂക്കിയിടുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആദർശേട്ടൻ വരും. പൂജാമ്പളിക്കൊക്കെ ആദർശേട്ടൻ വരും. എനിക്ക് നന്നായിട്ട് കോൺഫ്ലവർ കിട്ടി. കോൺഫ്ലവർ നന്നായി ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കിഷ്ടം കോൺഫ്ലവറൊക്കെ നന്നായി കിട്ടിട്ട് ഇങ്ങനെ മുരിമുരിയായിട്ടുണ്ടായില്ലേ, അതാ ഇഷ്ടമൊക്കെ. പക്ഷെ എനിക്ക് അമ്മ കുറച്ച് കോൺഫ്ലവർ ഇടുള്ളൂ. ഇത് വേഗം ഞാൻ റെഡിയാക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ദോശയാണ് കേട്ടോ. ദോശ അമ്മ ഫുള്ള് കരിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടം ഇങ്ങനെ മുരിഞ്ഞത് കേട്ടോ. പിന്നെ ചിക്കൻ കറി ഗൈസ്. അപ്പം ചിക്കൻ കറിയും ഇതും ഞാൻ ചായ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. ഇതൊക്കെ ഇത്ര ഫുള്ളൊന്നും വേണ്ട കേട്ടോ. ഞാൻ ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ പാത്രം പരത്തണ്ടല്ലോ വിചാരിച്ച് എല്ലാം കൂടി തട്ടിയതാണേ. കറി ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ടെങ്കിൽ കറി നന്നായിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വേഗം ചായ കുടിച്ചിട്ട് വരെ ഗൈസ്. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ. അമ്മ ഈ കാലൊക്കെ ഭയങ്കര വേദന. എനിക്ക് പീരിയഡ്സ് ആയിട്ട് വയറുവേദന വെച്ചാൽ അങ്ങേറ്റം നല്ല സുഖമുണ്ട്. ഇന്നലേക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഡയറി മിൽക്ക് കഴിച്ചാൽ പെട്ടെന്ന് വയറുവേദന മാറും കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയൊക്കെ. അവിടെ നമ്മൾ എനിക്ക് ആദർശേട്ടൻ ഡയറി മിൽക്ക് വാങ്ങിച്ചു തരാറുണ്ട്.
പീരിയഡ്സ് ആകുമ്പോൾ. അപ്പോൾ എനിക്ക് വയറുവേദനയ്ക്ക് ഒരു ശമനം കിട്ടാറുണ്ട്. ഇന്നലേക്ക് നല്ല വയറുവേദനയായിരുന്നു. പിന്നെ അച്ഛൻ മിഠായി വാങ്ങിച്ച് വന്ന് കുറച്ച് നേരം മിഠായി കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായി കുറഞ്ഞു. അപ്പോൾ എല്ലാവരും വയറുവേദന ഉണ്ടെങ്കിൽ പീരിയഡ്സ് ആയിട്ട് വയറുവേദനിക്കുമ്പോൾ ഡയറി മിൽക്ക് കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ. ടി വി ഞാൻ വെക്കണില്ല. ടി വി വെച്ചാൽ ഫസ്റ്റ് വെക്കുമ്പോൾ തന്നെ മറ്റേ ന്യൂസ് ചാനലാണ് വരിക. അത് കാണുമ്പോൾ കുറച്ചിങ്ങനെ കാണും. പിന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ച് പിന്നെ ചാനൽ മാറ്റി അതോ. ഇപ്പം ഞാൻ ഈ ചായ എടുക്കുന്നതിനൊപ്പം തന്നെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കാറ്. അപ്പോൾ ഞാൻ വേഗം ചായ കുടിക്കട്ടെ കേട്ടോ. എടുത്ത് പിന്നെ ചേച്ചി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അവളായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. അവൾ അന്ന് ട്രിപ്പ് പോവായിരുന്നു കേട്ടോ, ആദിയോഗിക്ക് പോവായിരുന്നു. അപ്പം എന്നോട് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്ക് മെൻസസ് ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ആദർശേട്ടനും ഓടിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് വേറെ എപ്പോഴെങ്കിലും എവിടേക്കെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഇത് അച്ചും ആളും കൂടി വന്നിട്ടുണ്ടായി. അവർക്ക് അന്ന് ലീവായിരുന്നു. അപ്പോൾ അവർ ചേച്ചി നമുക്ക് വല്ല ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാൻ പറഞ്ഞിട്ടോ പോണേ. കുറച്ചൊരു വർത്തമാനം പറഞ്ഞിട്ട് ഗൈസ്. അപ്പോൾ എൻ്റെ കസിൻസ് ആട്ടോ അത്, മാളും അച്ചും. അപ്പോൾ അവർ ഫോട്ടോ എടുത്ത് ചോദിച്ച് വന്നതാണ്. ഞാൻ എന്തായാലും എനിക്ക് വയറ് വേനിക്കുന്നുണ്ട് നൈസായിട്ട്. അപ്പം ഞാൻ കിടക്കായിരുന്നു കുറേ നേരം ഇങ്ങനെ വ്ളോഗൊക്കെ കണ്ടിരുന്ന് കിടന്ന് അങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോഴാണ് ഇതേ മാളു അച്ചുവൊക്കെ ഇപ്പോൾ കുറച്ച് നേരം ഒരു ഡ്രസ്സ് മാറ്റി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വന്നേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങനെ കേട്ടോ ഇവരിങ്ങനെ ഇടക്ക വരുമ്പോൾ അല്ലെങ്കിൽ അമൃതയുടെ അടുത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ടൈം പോകാൻ എളുപ്പമാണ് ഗൈസ്. അപ്പോൾ ഞാൻ അമൃതേനെ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ കുറേ നാളാവണം എന്തെങ്കിലും വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും മാളു അച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അവരമ്മ നമുക്ക് വീഡിയോ എടുത്ത് തരാൻ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കാതെ വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും എനിക്ക് മാറ്റണം. ഞാൻ എൻ്റെ സാരി കാര്യങ്ങളൊക്കെ അവിടെ വെച്ചും ഇങ്ങോട്ട് എടുത്തില്ല. കാരണം എപ്പോഴും അങ്ങോട്ടേറ്റ് ഒതുക്കി വെക്കേണ്ട കാര്യം കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഒക്കെ ഇങ്ങോട്ട് കെട്ടി വലിച്ച് ബാഗിൽ കൊണ്ടുവരും. എന്നിട്ട് അവിടെ പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഒക്കെ അങ്ങോട്ടും കൊണ്ടുപോകും. എന്നിട്ട് അവിടെ എത്തിയിട്ട് ബാഗിൽ നിന്ന് അലമാരിക്ക് എടുത്ത് വെക്കുന്നത് കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. എല്ലാം വലിച്ച് വാരി ആകെ ഒന്നൊന്ന് വീണ്ടും നല്ല ഒരു വലിയ പണി തന്നെയാണ്. പിന്നെ ഇപ്രാവശ്യം വരുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എന്ത് എടുക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും അമ്മയുടെ സാരിയൊക്കെ ഉണ്ടോയെന്ന് പോയി നോക്കട്ടെ. ചേച്ചാ കുഴഞ്ഞെടുക്കുന്ന ടൈപ്പ് സാരി. അമ്മയുടെ ബ്ലൗസ് നോക്കി പണ്ടത്തെ പോലെ ഒന്നും കയറുണ്ടാവില്ല. നോക്കി നോക്കട്ടെ കേട്ടാ. ഞാൻ ആകെ കൊടുന്നേക്കണത് സെറ്റ് മുണ്ട് മാത്രം, വേറെ ഒന്നും ഞാൻ കൈ പിടിച്ചിട്ടില്ല. ഇപ്പം എന്തെടുക്കും? ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ അമൃതയുടെ വീടിൻ്റെ അടുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാള് അച്ചൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ണൊക്കെ ഒന്ന് എഴുതി. ഞാൻ വലിയ പൊട്ട് കുത്താറില്ല കേട്ടോ. അപ്പം ഒന്ന് വെറുതെ കുത്തി നോക്കിയതാണ്. പിന്നെ ഇതാ അവർ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അവർ ഇവിടുന്ന് മേക്കപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യാണ്. സാരിയൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. എന്താവും എന്തോ. പിന്നെ ഇത് അമ്മ അപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വീട്ടിലേക്ക് കേട്ടോ വരിക. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കസിൻസാണ്. അപ്പോൾ അവർക്കും ഫോട്ടോ എടുക്കാണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അമൃതയുടെ അങ്ങോട്ട് പോവാം. ഫുൾ മേക്കപ്പ് കൂടെ നോക്കടി. മഴ ചാറുന്നു. എന്താക്കും? ഞങ്ങൾ പോവാണ്. അപ്പൊ നമുക്ക് ഓടേണ്ടി വരും ഇവിടുന്ന്. നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മളവിടെ പോയിട്ട് നമ്മളവിടെ അയ്യോ പട്ടി ഓടണ്ടോ. അവരുടെ അടുത്ത് ഓടരുത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേടിയപ്പോൾ ഞാൻ വേഗം ഓടി അമൃതയുടെ വീട്ടിലേക്ക് കയറിട്ടോ. പട്ടി പിന്നെ അതിൻ്റെ വഴിക്ക് പോയി. പിന്നെ അവളുടെ വീട്ടിലെത്തിയപ്പോൾ അവൾ അതിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇതേ ബാക്കിൽ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. ഇവിടെ ആകുമ്പോൾ എന്ന് വെച്ചാൽ നല്ലൊരു ആ കനാലിൻ്റെ അവിടെ ഞങ്ങളെപ്പോഴും ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഫോട്ടോസൊക്കെ എപ്പോഴും കിട്ടാറുണ്ട്. വീഡിയോസ് എടുക്കുക വെച്ചെങ്കിലും ഞങ്ങൾ മിക്ക ഡാൻസും ഈ കനാലിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഡാൻസ് കളിക്കാറ് കേട്ടോ. അങ്ങനെ ഇതാ അമൃത ഇതാ ഉറക്കപ്പിച്ചിൽ എനിക്ക് വന്ന പോയിട്ടുണ്ട്. പക്ഷെ അവൾ പഠിക്കുക ക്ലാസ് എന്തോ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവരിത് സാരി മാറുന്നു. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇതാ ചടപ്പോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരുടെ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞ് പിന്നെ ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോസാണ് എടുക്കേണ്ടത്. അപ്പോഴേക്കും ഞാനും മാറി.
ഗൈസ് അപ്പം നമ്മൾ റെഡിയായി നമുക്ക് ഡാൻസ് കളിക്കാനുണ്ട്. എന്താവും എന്തോ. നമുക്ക് റോട്ടിൽ നിന്നിട്ടാണ് കേട്ടോ നമ്മൾ കളിക്കുന്നത്. എത്ര നേരത്തെ കഷ്ടപ്പെടാന്നറിയൂ സാരി എടുക്കാൻ വേണ്ടിയിട്ട്. എടുത്തത് എപ്പോഴും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഫോട്ടോഷൂട്ട് എടുത്ത് ക്ഷീണിച്ച് അച്ചും മാളും. ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത്. എന്തോ ഡൈപ്പ് ഒപ്പിക്കാണ് നിന്നിട്ട്. കുഴപ്പമുണ്ടാവും. ഈ കൂടിയോ ഗൈസ്? വീണ്ടും ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതും മഴ കൂടി ഗൈസ്. ഞങ്ങൾ എടുക്കും. വേഗം എടുത്തിട്ട് വേഗം വരണം. പാട്ട് ഏതിലാ വെക്കുക? ഇന്ത്യയില് അതിപ്പോ തന്നെ ആക്കി വെച്ചു. ഞാൻ മുന്നേ എപ്പോഴും ഫോട്ടോ എടുക്കണം. എൻ്റെ ഒരു മെയിൻ സ്ഥലമായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇത്. ഞങ്ങളുടെ ഡാൻസ് ഒക്കെ കുളമായി. സ്റ്റോറിയെങ്കിലും ഇട്ടാ ഒരു സമാധാനത്തിന്. ഓക്കെ, സ്റ്റോറിയെങ്കിലും ഞാൻ ഇടും. നിങ്ങൾ മാറ്റി ഞാൻ നേരെ വീട്ടിൽ പോട്ടെ കേട്ടോ. ട്രാൻസിഷനിലും പറഞ്ഞു. തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുന്നുണ്ട്. അമ്മോ അടിപ്പാവാട ഗൈസ്, ഞങ്ങൾ തിരിച്ചു പോവാണ്. ഗൈസ്, ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോവാണ് കേട്ടോ. എല്ലാം ഒന്നും വൃത്തിയിൽ കിട്ടിയില്ല. ഇതിൽ വന്നതായിരുന്നു. വീടെത്തി ഗൈസ്. അയ്യോ, ഈ താക്കോലെടുത്തായിരുന്നു ഞങ്ങള്. ഇതിനുള്ളാണോ? കുളത്തി പിടിച്ചോ. ബൈ. ഗൈസ്, അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വന്ന് ഒരു വൃത്തിയില്ലാന്നുള്ളൂ. പക്ഷെ വിശന്നിട്ട് വയ്യ. ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഫുഡ് കഴിക്കട്ടെ. ദോശയുണ്ട്, രാവിലത്തെ ചോറുണ്ട്. എന്താ തിന്നണ്ടേ എന്നുള്ള കൺഫ്യൂഷനാണ് ഈശ്വര. എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഞാൻ കുറച്ചും കൂടി ചിക്കൻ എടുത്ത് പൊരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ വറുത്തത് അമ്മയ്ക്ക് വന്ന് ഫുഡ് കഴിച്ചപ്പോൾ അമ്മയൊക്കെ കഴിച്ചു. കുറച്ച് നടത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ചിക്കൻ പൊരിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയൊക്കെ പൊരിച്ച് വെച്ചു. ഇനി കുറച്ച് ഇത് കലക്കണം. നാരങ്ങ വെള്ളം കൂടി. നല്ല ദാഹം ഗൈസ്. അപ്പം ഞാൻ നാരങ്ങ വെള്ളം കൂടി കലക്കട്ടെ. നന്നാരി ഉണ്ട് കേട്ടോ അവിടെ. അപ്പം നന്നാരി നമുക്ക് കുറച്ച് വെള്ളം കലക്കാം. ചിക്കൻ നോക്കട്ടെ. നന്നാരി ഉണ്ട്. നന്നാരി
ചിക്കൻ കറി ഒന്ന് ചിക്കൻ ഫ്രൈ ഒന്ന് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഉണ്ടാവും തോന്നുന്നു. ചെറിയ ചെറിയ പീസായ കാരണം പെട്ടെന്ന് ആവുന്നു വിശ്വസിക്കുന്നു. ചോറ് വന്നിട്ട് ചോറ് ഇല്ല. ചോറ് ഞാൻ 2 ദിവസമായിട്ട് ചോറ് വെച്ചിട്ടേ ഇല്ല ഗൈസ്. അപ്പോൾ ഞാൻ ചോറ് എടുത്തു. പക്ഷേ എനിക്ക് ഈ അരി ഇഷ്ടമല്ല. എനിക്ക് മറ്റേ റേഷൻ അരിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റേഷൻ അരി. പക്ഷേ ഈ വെള്ള ഉരുണ്ടരി ഉണ്ടല്ലോ അതൊക്കെ അധികം സെറ്റല്ല. ഞാൻ വിശക്കുണ്ട് എന്നിട്ട് അതുകൊണ്ട് കഴിക്കട്ടെ കേട്ടോ വേഗം. ഹലോ, അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പോൾ ഇവിടെ കാരണം എനിക്ക് അധികം പണി അങ്ങനത്തെ ഒന്നും വലിയതൊന്നുമില്ല. ഇവിടെ വെറുതെ ഇരിക്കുന്നു. അപ്പോൾ ഇനിയും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. പച്ചൻ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ നേരം കിടന്നു കേട്ടോ. അവിടെ നിന്ന് അമൃതയുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് കുറേ നേരം കിടന്ന് പിന്നെ ഇത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബസ് പോണ സൗണ്ടാട്ടോ കേൾക്കുന്നത് ഗൈസ്. അപ്പോൾ കുറേ നേരം കിടന്ന് എഡിറ്റിങ് ഒക്കെ ചെയ്താണ് കിടന്നിരുന്ന് ഇപ്പോൾ അങ്ങനെ എനിക്ക് വന്ന് ഇരുന്നതാട്ടോ. ഇപ്പോൾ പുറത്ത് വെച്ചാൽ നല്ല തണവുണ്ട്, നല്ല കാറ്റുമുണ്ട്. ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞു വെച്ചാൽ വൃശ്ചികക്കാറ്റില്ലേ, വണ്ടിയുടെ സൗണ്ടൊക്കെ നന്നായി കേൾക്കും. കാരണം എപ്പോഴും വണ്ടിയോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. നല്ല കാറ്റുണ്ടാവും, വൃശ്ചികക്കാറ്റ് നന്നായിട്ടുണ്ടാവും. പിന്നെ ഞങ്ങളുടെ പൂരത്തിൻ്റെ ഒരു വൈബ് നമുക്ക് അങ്ങനെ തോന്നി തുടങ്ങും. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണൊക്കെ ഒന്ന് കഴുകണം. കൺമശിയൊക്കെ ഞാൻ വെളിച്ചെണ്ണ ഇട്ടിട്ടാണ് കഴുകാറ് കേട്ടോ. അതിന് മുന്നേ അച്ഛൻ പാല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഷേക്ക് മതി. ഞാൻ ഷേക്ക് അടിക്കാൻ വിചാരിച്ചേക്കാം. ചിക്കൻ പൊരിച്ചാണ്. പിന്നെ ഞാൻ എൻ്റെ ഷേക്കൊക്കെ ഉണ്ടാക്കാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ചിക്കൻ വെറുതെ എന്തോ കണ്ടപ്പെടുത്ത് കഴിക്കുകയാണ്. പിന്നെ പാലൊക്കെ പൊട്ടിച്ചു, ഷേക്കൊക്കെ അടിച്ചു, അത് കുടിച്ചു. പിന്നെ രാത്രി ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെയും ഒന്ന് മേലേക്ക് കിടന്നാൽ മതിയെന്നോ. പിന്നെ എനിക്ക് വ്ളോഗും വേണ്ട, ഒന്നും വേണ്ട. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് വന്നു ഗൈസ്. അപ്പം നേരത്തെ എൻ്റെ കുട്ടി വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് കുളിക്കണം. ഞാനിത് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. മുഖത്തൊക്കെ നന്നായിട്ട് കണ്ണുമത്തൊക്കെ ഇത് കളയാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നാളേക്ക് ഞാൻ ആകെ കരിമ്പൂതാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇനി കുളിച്ചിട്ട് ഞാൻ കിടക്കാൻ പോവാണ്. അപ്പോൾ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. വലിയ സംഭവമൊന്നുമില്ല. കാരണം ആദർശാനൊന്നുമില്ല. വെറുതെ ഞാൻ മാത്രം എൻ്റെ മാത്രമുള്ളൊരു ഇതായി. അപ്പോൾ ടാറ്റാ ബൈ സീ യു.